നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന സെയ്ഫ് അലി ഖാൻ അവിടെ നിന്ന് ആശുപത്രി വിട്ട് വീട്ടിലെത്തിയത്. സെയ്ഫ് അലി ഖാനെ കുത്തേറ്റ സമയത്ത് ഗുരുതരാവസ്ഥയിലായ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ഒരു ഓട്ടോ ഡ്രൈവറാണ്. തന്റെ ജീവൻ രക്ഷിച്ച ഓട്ടോ ഡ്രൈവർ ഭജൻ സിംഗ് റാണയോട് ഏറെ കടപ്പെട്ടിരിക്കുന്നുവെന്ന് സെയ്ഫ് അലി ഖാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. നന്ദിയിൽ മാത്രം ഒതുക്കാതെ സെയ്ഫ് അദ്ദേഹത്തിന് സാമ്പത്തിക സഹായവും നൽകിയിരുന്നു. ഒരു വാർത്താ ഏജൻസി നൽകിയ അഭിമുഖത്തിൽ റാണ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. സെയ്ഫ് അലി ഖാൻ 1.5 ലക്ഷത്തോളം രൂപയാണ് നൽകിയതെന്ന് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ തുക എത്രയെന്ന് നിരവധി പേരാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം മറുപടിയായിട്ട് നൽകിയത് തുക എത്രയെന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്നാണ്. താൻ അദ്ദേഹത്തിന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, അതായത് സെയ്ഫ് അലി ഖാന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ജനങ്ങൾ അവർക്ക് തോന്നിയതുപോലെ ഊഹിച്ചോട്ടെ, എത്ര രൂപ കിട്ടിയെന്ന് അവർ തോന്നിയ പോലെ ഊഹിച്ചോട്ടെ എന്നാണ് അദ്ദേഹം മറുപടിയായി പറയുന്നത്. സെയ്ഫ് അലി ഖാൻ നൽകിയ തുക എത്രയാണെന്ന ചോദ്യത്തിന് റാണയുടെ മറുപടി ഇത്തരത്തിലായിരുന്നു. അദ്ദേഹം 1.5 ലക്ഷമോ 1 ലക്ഷമോ നൽകിയെന്നൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ തുക എത്രയാണെന്ന് ഒരിക്കലും വെളിപ്പെടുത്തില്ല. നൽകിയത് എത്രയെന്ന് ആരോടും പറയരുത് എന്ന് സെയ്ഫ് അലി ഖാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നൽകിയ വാക്കിൽ താൻ ഉറച്ചു നിൽക്കുമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. അത് എത്ര തുകയായാലും താനും അദ്ദേഹവും തമ്മിൽ മാത്രമുള്ള കാര്യമാണെന്നും റാണ വിശദീകരിക്കുകയായിരുന്നു. അതേസമയം സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം സാമൂഹിക പ്രവർത്തകനായ ഫൈസാൻ അൻസാരി 11,000 രൂപ തനിക്ക് നൽകിയതായി റാണ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡ് സ്വദേശിയാണ് റാണ. ഒറ്റമുറി ഫ്ളാറ്റിൽ മറ്റ് 4 പേർക്കൊപ്പമാണ് റാണയുടെ താമസം. 15 വർഷമായി അദ്ദേഹം മുംബൈയിൽ ഓട്ടോ ഓടിക്കുന്നുണ്ട്. പ്രതിമാസം 10,000 മുതൽ 20,000 രൂപ വരെയാണ് ഓട്ടോ ഓടിച്ച് റാണ സമ്പാദിക്കുന്നത്. പലപ്പോഴും രാത്രിയിലും ഓട്ടോ ഓടിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിലാണ് സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ജോലിസ്ഥലത്ത് അന്ന് എല്ലാം പതിവ് പോലെയായിരുന്നു. 15 വർഷത്തിനിടെ ഒരു സെലിബ്രിറ്റിയും തൻ്റെ ഓട്ടോയിൽ യാത്ര ചെയ്തിട്ടില്ല. അന്ന് സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം തൻ്റെ ജീവിതം മാറിമറിഞ്ഞു. ഇന്ന് എല്ലാവരും തന്നെ സ്നേഹിക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ചൊവ്വാഴ്ചയാണ് താൻ സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ ചെന്ന് കണ്ടത്. തന്നെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചതിന് നന്ദി പറയാനാണ് അദ്ദേഹം തന്നെ വിളിപ്പിച്ചത്. അദ്ദേഹം നിരവധി പ്രാവശ്യം അഭിനന്ദിച്ചു. അമ്മയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നു. താൻ അവരുടെ കാല് തൊട്ട് വന്ദിച്ചു. അദ്ദേഹം തനിക്ക് പണം തന്നു. തനിക്ക് സഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞിരിക്കുന്നു. സെയ്ഫ് അലി ഖാനെ തൻ്റെ ഓട്ടോറിക്ഷയിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന വാർത്തകൾക്ക് പിന്നാലെ മാധ്യമങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമെല്ലാം നിരന്തരം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും റാണ സൂചിപ്പിച്ചു. ജനുവരി 16-ന് ബാന്ദ്രയിലെ 12-ാം നിലയിലുള്ള തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കവർച്ചാ ശ്രമത്തിനിടെയാണ് 54 വയസ്സുകാരനായ സെയ്ഫ് അലി ഖാന് ആക്രമിക്കപ്പെട്ടതും കഴുത്തിനും കൈക്കും പുറത്തും 6 കുത്തുകളേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ 2 ശസ്ത്രക്രിയകൾക്ക് വിധേയനായ ശേഷമാണ് നടൻ സുഖം പ്രാപിച്ചത്.